ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറ്റമിൻ എയെ കുറിച്ച് പഠിച്ചിരുന്നു. ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സിൽ 2 വൈറ്റമിൻ B1ഉം B2വിനെയും കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ധാന്യകം, പ്രോട്ടീൻ എന്നിവയെ ശരീരത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തനക്ഷമമാക്കും, അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമാക്കുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയെ സഹായിക്കുന്നതാണ് ബി കോംപ്ലക്സുകൾ. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയെ വായ്പുണ്ണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയെ ബിയുടെ കുറവ് മൂലം വായ്പുണ്ണ് എന്നാണ് അതിനെ വിളിക്കുന്നത്. വ്രണങ്ങളെ വിളിക്കുന്നത്, വായിലുണ്ടാകുന്ന വ്രണങ്ങളെ വിളിക്കുന്നത് വായ്പുണ്ണ് എന്നാണ്. ഇനി വൈറ്റമിൻ B1നെ കുറിച്ചാണ് പറയാം. ബി കോംപ്ലക്സിലെ ആദ്യത്തേതാണ് വൈറ്റമിൻ B1. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B1. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. അതുപോലെ അമിതമായി മദ്യപാനം നടത്തുന്നവർക്ക് നൽകുന്ന ജീവകം ഏതാണ്? ജീവകം B1 അല്ലെങ്കിൽ തയാമിൻ ആണ്. തവിടിൽ ധാരാളമായി കാണപ്പെടുന്നത് ജീവകം B1 ആണ്. അമിത മദ്യപാനികൾക്ക് നൽകുന്നത് B1 ആണ്. ഇനി ഇത് എന്തിലൊക്കെയാണ് ധാരാളമായി കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. തവിട്, ഉണങ്ങിയ ഈസ്റ്റ് എന്നിവയിൽ B1 ധാരാളമായി കാണപ്പെടുന്നു. തവിട്, ഉണങ്ങിയ ഈസ്റ്റ് എന്നിവയിൽ. അതുകൂടാതെ ഓട്സ്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയിലും ഇത് ധാരാളമായി കാണപ്പെടുന്നു. എണ്ണക്കുരുക്കൾ, നാളികേരം, അതുപോലുള്ള എണ്ണക്കുരുക്കൾ, അതിലെല്ലാം എന്തുണ്ട്? തയാമിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ നവജാത ശിശുവിൻ്റെ അമ്മയ്ക്ക് തയാമിൻ്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യ മാസങ്ങളിൽ അതിനുണ്ടാകുന്ന അസുഖമാണ് ഇൻഫൻറ്റൈൽ ബെർബറി എന്ന് പറയുന്നത്. ഇൻഫൻറ്റൈൽ ബെർബറി എന്ന് പറയുന്നത് ഈ അസുഖം. അതിൻ്റെ ലക്ഷണങ്ങൾ ഛർദി, പച്ച നിറത്തിലുള്ള വയറിളക്കം, അതുപോലെ നീര്, വിശപ്പില്ലായ്മ, അസ്വസ്ഥത എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങൾ ആണ്. ഏതിൻ്റെ? ഇൻഫൻറ്റൈൽ ബെർബറിയുടെ ലക്ഷണങ്ങൾ ആണ്. എന്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് ഉണ്ടാകുന്നത്? ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഏതിൻ്റെ അപര്യാപ്തത? തയാമിൻ്റെ അപര്യാപ്തത അമ്മയ്ക്കുണ്ടാകുമ്പോൾ നവജാത ശിശുവിന് ആദ്യ മാസങ്ങളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഇൻഫൻറ്റൈൽ ബെർബറി എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഛർദി, പച്ച നിറത്തിലുള്ള വയറിളക്കം, നീര്, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, അസ്വസ്ഥത എന്നിവ. ഇനി തയാമിൻ്റെ ന്യൂനത മൂലം കാലുകളുടെയും കൈകളുടെയും അനുബന്ധ നാഡികളുടെയും പ്രവർത്തനത്തെ ബാധിക്കുന്ന അസുഖത്തെ വിളിക്കുന്നത് ഡ്രൈ ബെർബറി എന്നാണ്. എന്താണ് ഡ്രൈ ബെർബറി എന്ന് പറഞ്ഞാൽ? തയാമിൻ്റെ ന്യൂനത കൊണ്ട് അല്ലെങ്കിൽ അപര്യാപ്തത കൊണ്ട് കാലുകളുടെയും കൈകളുടെയും അനുബന്ധ നാഡികളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അസുഖത്തെയാണ് ഡ്രൈ ബെർബറി എന്ന് പറയുന്നത്. കണങ്കാലിൽ ഉണ്ടാകുന്ന തരിപ്പ്, കാൽവണ്ണയിൽ ഉണ്ടാകുന്ന ശക്തിക്കുറവ് എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങൾ ആണ്. കാൽവണ്ണയിൽ ഉണ്ടാകുന്ന ശക്തിക്കുറവ്, കണങ്കാലിൽ ഉണ്ടാകുന്ന തരിപ്പ് എന്നിവ ഈ ഡ്രൈ ബെർബറിയുടെ ലക്ഷണങ്ങൾ ആണ്. ഈ ഡ്രൈ ബെർബറിയുടെ ലക്ഷണങ്ങളോടൊപ്പം നീര് കൂടെ കാണുകയാണെങ്കിൽ അതിനെ വെറ്റ് ബെർബറി എന്നാണ് പറയുന്നത്. വെറ്റ് ബെർബറി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഡ്രൈ ബെർബറി ഉണ്ട്, വെറ്റ് ബെർബറിയും ഉണ്ട്. കാലുകളുടെയും കൈകളുടെയും അനുബന്ധ നാഡികളുടെയും പ്രവർത്തനം തയാമിൻ്റെ കുറവ് മൂലം സ്തംഭനം ഉണ്ടാകുന്ന അവസ്ഥയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡ്രൈ ബെർബറി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ കണങ്കാലിലെ തരിപ്പ്, കാൽവണ്ണയിലെ ശക്തിക്കുറവ് എന്നിവയാണ്. ഈ ലക്ഷണങ്ങളോടൊപ്പം നീരും കൂടെ ഉണ്ടെങ്കിൽ അതിനെ വെറ്റ് ബെർബറി എന്നാണ് വിളിക്കുന്നത്. ഇത്രയാണ് വൈറ്റമിൻ B1നെ കുറിച്ച് പറയാനുള്ളത്.
ഇനി വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. തയാമിനേക്കാൾ വെള്ളത്തിൽ ലയിക്കുന്നതും കൂടുതൽ സ്ഥിരതയുള്ളതുമായ ജീവകമാണ് ജീവകം B2 എന്ന് പറയുന്നത്, റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വസ്തുവാണ് അല്ലെങ്കിൽ ജീവകമാണ് ജീവകം B2. അതുപോലെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിച്ചു പോകുന്ന ജീവകമാണ് പാലിൽ കാണുന്ന ജീവകമാണ് എന്തെന്ന് പറയുന്നത്, ജീവകം B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിലാണ് കാണപ്പെടുന്നത് അത് മനസ്സിലാക്കണം. കരൾ, മുട്ട, പാൽപ്പൊടി, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, പയറുവർഗ്ഗങ്ങൾ എന്നിവയിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഏത്? റൈബോഫ്ലാവിൻ ധാരാളമായി കാണപ്പെടുന്നു. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിൽ ഉള്ള വൈറ്റമിൻ B2 നഷ്ടപ്പെടുന്നു. ഈ പാലിന് മഞ്ഞ നിറം നൽകുന്നത്, നേരിയ മഞ്ഞ നിറം നൽകുന്നത് ഈ വൈറ്റമിനാണ്. ഇത് B2 എന്ന് പറയുന്ന വൈറ്റമിനാണ്. ഇത് കരൾ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പാൽപ്പൊടി, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇനി ഇതിൽ പറയുന്ന മറ്റൊന്ന്, വായിലും നാക്കിലും ഉണ്ടാകുന്ന വേദനയും പുകച്ചിലും. അതുപോലെ വായുടെ കോണുകളിൽ നിന്ന് നീരൊഴുകുന്ന അവസ്ഥ, അതിനെ ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. ആംഗുലാർ സ്റ്റോമറ്റൈസ് എന്നാണ് അതിനെ വിളിക്കുന്നത്, അസുഖത്തെ വിളിക്കുന്നത്. അതുപോലെ നാക്കിൽ വീക്കം ഉണ്ടാകുന്ന അവസ്ഥ, അതിനെ ഗ്ലോസിറ്റിസ് എന്നാണ് പറയുന്നത്. ഗ്ലോസിറ്റിസ്, നാക്കിലുണ്ടാകുന്ന വീക്കം, ഗ്ലോസിറ്റിസ്. അപ്പം ഇതൊക്കെ, അതുപോലെ പ്രകാശത്തോടുള്ള ഭയം, ഇതൊക്കെ വൈറ്റമിൻ B2 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. ഇതൊക്കെയാണ് പറഞ്ഞ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. വായിലും നാക്കിലും ഉണ്ടാകുന്ന വേദനയും പുകച്ചിലും, വായുടെ കോണിൽ നിന്ന് നീരൊഴുകുന്ന അവസ്ഥ, അതിനെന്താണ് പറഞ്ഞത്? ആംഗുലാർ സ്റ്റോമറ്റൈസ്. അതുപോലെ നാക്കിൽ വീക്കം ഉണ്ടാകുന്ന ഗ്ലോസിറ്റിസ് എന്നിവ ഏതിൻ്റെ ലക്ഷണങ്ങളാണ്? ഏതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ B2 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് വൈറ്റമിൻ B1ഉം B2നെയും കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.